ഓക്കെ, സന്തോഷം. സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി അറിയിക്കുകയാണ്. ഷെരീഫ് അടുത്തൊരു ഡുവറ്റ് സോങ് ആണ്. അതിന് തൊട്ട് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഡിയൻസിൽ നിന്ന് രണ്ട് പേരോട് മാത്രം. ഓക്കെ, അതിനു മുമ്പായി നമ്മുടെ മഞ്ചേരിയുടെ എന്നല്ല, കേരളത്തിൻ്റെ തന്നെ പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ മുഹസിൻ കുരുക്കളും, പിന്നെ പ്രശസ്ത ഗാനരചയിതാവ് നമ്മുടെ MS അലി സ്വാഗതമാട് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? ഞാൻ കണ്ടിരുന്നു. ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, ആ ഒരു ഭാഗത്തുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിന് ഞാൻ പാടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉണ്ടാകുമ്പോൾ ഒരു 4 വരി അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അപ്പോൾ അതിലേക്ക് പോകാം നമുക്ക് ആദ്യം. ഓക്കെ, പ്രവാസിയായി ഞാൻ ഈ ദുനിയാവിൽ ഇനി എത്ര കാലം തമ്പുരാനേ. പ്രവാസിയായി ഞാൻ ഈ ദുനിയാവിൽ ഇനി എത്ര കാലം തമ്പുരാനേ. ആനന്ദമജ്ഞാതമാമി പ്രപഞ്ചം ഇനി എത്ര ദൂരം തമ്പുരാനേ. പ്രവാസിയായി ഞാൻ ഈ ദുനിയാവിൽ ഇനി എത്ര കാലം തമ്പുരാനേ. ആനന്ദമജ്ഞാതമാമി പ്രപഞ്ചം ഇനി എത്ര ദൂരം തമ്പുരാനേ. പ്രവാസിയായി ഞാൻ ഈ ദുനിയാവിൽ ഇനി എത്ര കാലം തമ്പുരാനേ. താങ്ക് യു. മുഹസിൻക്ക് ഇവിടെ ഉണ്ടോ? ഓക്കെ, രണ്ടുപേരെയും ജസ്റ്റ് സ്റ്റേജിലേക്ക്. ഓക്കെ, അടുത്തത് നമുക്ക് ഓഡിയൻസ് ചോയ്സ്. ഇഷ്ടമുള്ള പാട്ട്, ഷെരീഫ് കയ്യിൽ നിന്ന് കേൾക്കാൻ താല്പര്യമുള്ള ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ. ആർക്കും പറയാം. മലർക്കൊടിയെ, ഇതിൻ്റെ ചെയർമാനാണ് മലർക്കൊടിയെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ചെയർമാൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഷെരീഫ് ഖാൻ മലർക്കൊടിയെ. യെസ്, ഓക്കെ. ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥനാണ് സാറ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദർജപ്പൂ മോളല്ലേ? ഓക്കെ. മുഹസിൻഖാനെ കുറിച്ച് ഞാനധികം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരുപാട് മികച്ച ഗാനങ്ങൾ മലയാളക്കരയ്ക്ക് സമ്മാനിച്ച ഒരു ഗംഭീര മ്യൂസിക് ഡയറക്ടറാണ്. നല്ലൊരു കൈയടി കൊടുക്കാം. ഞാൻ തന്നെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ സ്കൂൾ കലോത്സവത്തിലൊക്കെ പാടുന്ന ഒട്ടുമിക്ക പാട്ടിനൊക്കെ ഇദ്ദേഹത്തിൻ്റെ പാട്ടിനാണ് ഫസ്റ്റ് കിട്ടുക. എങ്ങനത്തെ പാട്ടാണെങ്കിലും മൂപ്പർ റെഡിയാണ്. ഗസൽ മൂഡാണോ റെഡി, മാപ്പിളപ്പാട്ടാണോ, ഇനി ട്രഡീഷണൽ സ്റ്റൈലാണോ, ഏത് സ്റ്റൈലാണെങ്കിലും മുഹസിൻഖാൻ്റെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ തന്നെ MS അലിക്ക ഒരുപാട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് അവർ രണ്ടുപേരും ചെയ്ത വർക്കാണ് ഞാനിപ്പോൾ 4 വരി പാടിയത്. ഒരുപാട് സന്തോഷം ഇവിടുന്ന് കാണാൻ സാധിച്ചതിൽ. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷെരീഫ് ഖാൻ. അപ്പോൾ 2 പാട്ട് ഷെരീഫ് ഖാൻ ഓൾറെഡി വന്നിട്ടുണ്ട്. ഒന്ന് മലർക്കൊടിയെ, ഒന്ന് ദർജപ്പൂ മോളല്ലേ? ഓക്കെ. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുബർക്കവും കണ്ട്
മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരുന്നുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരുന്നുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് നദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ നീലനദീ തീരത്ത് സൗന്ദര്യം കാണാനായി വന്നവളാണോ സ്വപ്ന കന്യകയാണോ അവളുടെ പുഞ്ചിരിയാലേ എന്നുടെ തടി തളരുന്നേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരുന്നുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരുന്നുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ട് ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫയർഫോഴ്സിലെ പ്രിയപ്പെട്ട സാറ് ആവശ്യപ്പെട്ടത് ദർജപ്പൂ മോളല്ലേ? ഓക്കെ. ദർജപ്പൂ മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ ദർജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ ദർജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ അമ്പിളി മാമന്റെ നാട്ടിൽ നാം പറന്നെത്തേണം ആകാശം നീളെ മഴവില്ലൂഞ്ഞാലിലാടേണം പൂരികളോടൊത്ത് ആടിപ്പാടി രസിക്കണം നക്ഷത്രത്തോപ്പിൽ നാം ചുംബിച്ചൊന്നായുറങ്ങണം
ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ മജ്നൂവായി ഞാൻ നിന്നെ ദുനിയാവാകെ തീരഞ്ഞില്ലേ യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ മൗത്തോളം വേർപെട്ട ജീവിതം ഇനിയില്ലല്ലോ. താങ്ക് യു.